പ്രിയപ്പെട്ടവരെ, ഏവർക്കും നമസ്കാരം. 28 ഡേയ്സ് മാജിക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൻ്റെ 2ാം ദിവസത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ മായ എം.ആർ., റിട്ടയർഡ് ടീച്ചർ, മൈൻഡ് കോച്ച് ആൻഡ് ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനർ. ഡേ 2 എന്നത് ദ മാജിക് റോക്ക് എന്നാണ്. ഇതൊരു ശക്തമായ മാജിക് റിച്വലാണ്. ഈ മാജിക് റോക്കിന് ഒരു കഥയുണ്ട്. ദ സീക്രട്ട് എന്ന പുസ്തകത്തിൽ ഈ ഒരു കഥ വിവരിച്ചിട്ടുണ്ട്. അതായത് മിസ്റ്റർ ലീ ബ്രവർ ഒരു ബിസിനസ് കോച്ചാണ്, ഒരു വെൽത്ത് കൺസൾട്ടൻ്റ് ആണ്, ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആണ്. ഇദ്ദേഹം ഒരു അമേരിക്കക്കാരനാണ്. അദ്ദേഹം ലോ ഓഫ് അട്രാക്ഷൻ്റെ അടിസ്ഥാന തത്വങ്ങൾ വെച്ചുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ഉരുളൻ കല്ല് കൈവശം സൂക്ഷിച്ചിരുന്നു. എവിടെ പോയാലും ഈ കല്ല് കൊണ്ടുപോയി അത് പോക്കറ്റിലോ മറ്റോ സൂക്ഷിക്കുക പതിവായിരുന്നു. അപ്പോൾ അത് കാണുന്ന സമയം നന്ദി പറയാൻ മറന്നു പോകില്ല. ഇങ്ങനെ ഇത് ശ്രദ്ധിച്ചിരുന്ന മിസ്റ്റർ ലീയുടെ ഒരു സൗത്ത് ആഫ്രിക്കൻ ഫ്രണ്ട് ഇതെന്താണെന്ന് അന്വേഷിക്കുകയും മിസ്റ്റർ ലീ ആ കല്ലിൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതൊരു മാജിക് സ്റ്റോൺ ആണെന്ന് പറയുകയും അത് കണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ ഉള്ളതാണെന്ന് പറയുകയും ചെയ്തു. കുറച്ചു നാൾ കഴിഞ്ഞ് തൻ്റെ നാട്ടിൽ പോയ ശേഷം ഒരു ദിവസം ആ ഫ്രണ്ട് മിസ്റ്റർ ലീയെ ഒരു മെയിൽ സന്ദേശം അയച്ച് അയാൾക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ വേണമെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ മകന് വളരെ ക്രിട്ടിക്കലായ ഒരു ആരോഗ്യ പ്രശ്നമുണ്ടായിരിക്കുന്നു. അതിനാൽ മാജിക് സ്റ്റോണിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. മിസ്റ്റർ ലീ 3 കല്ലുകൾ അയച്ചു കൊടുത്തു. കുറച്ചു നാൾ കഴിഞ്ഞ് വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് അയാൾ മിസ്റ്റർ ലീക്ക് മെയിൽ ചെയ്തു. കുട്ടിക്ക് അസുഖം പൂർണ്ണമായും ഭേദമായി എന്നും അതിലൊരു പ്രത്യേക കാര്യം കൂടി പറയുകയുണ്ടായി. ഈ മാജിക് സ്റ്റോൺ കണ്ട് ആ നാട്ടിലെ ആൾക്കാർ അത് ആവശ്യപ്പെടുകയും അയാൾ കടൽ തീരത്ത് നിന്ന് 1000 കല്ലുകൾ ശേഖരിച്ച് അത് മറ്റുള്ളവർക്ക് വില വാങ്ങിക്കൊണ്ട് വിൽക്കുകയും ചെയ്തു. ആ തുക ചാരിറ്റിക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് കഥ. ഇത് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ആറ്റിറ്റ്യൂഡ് തെളിയിക്കുന്ന ഒരു സംഭവ കഥയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ പ്രാക്ടീസിലേക്ക് വരാം. ഈ ദിവസം അവസാനിക്കുമ്പോൾ ഈ ദിവസത്തിലെ ഏറ്റവും നല്ല അനുഭവത്തിനായി നന്ദി പറയുക. റോണ്ട ബയൺ പറയുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് അറ്റ് നൈറ്റ് ചേഞ്ചസ് ദ വൈബ്രേഷൻ ഓഫ് യുവർ സ്ലീപ്പ്, യുവർ മൈൻഡ് ആൻഡ് യുവർ നെക്സ്റ്റ് ഡേ. അതായത് രാത്രിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ ഉറക്കത്തിൻ്റെ വൈബ്രേഷനിൽ ചേഞ്ച് വരികയും പോസിറ്റീവ് ചേഞ്ച് വരികയും അത് നിങ്ങളുടെ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും നിങ്ങളുടെ പിറ്റേ ദിവസത്തേക്കുള്ള നല്ല അനുഭവങ്ങൾക്കും കാരണമായി മാറുന്നു എന്നതാണ്. മൃദുവായതും കയ്യിൽ പിടിക്കാൻ പാകത്തിനുള്ളതുമായ ഒരു ചെറിയ കല്ല് ഇനി സംഘടിപ്പിക്കുക. അത് നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് എനർജി തോന്നുന്ന ഇടങ്ങളിൽ നിന്നാവാം. കടൽ തീരത്തോ നദിക്കരയിലോ ഗാർഡനിൽ നിന്നോ ഒക്കെ ആ കല്ല് നിങ്ങളുടെ കൈവശം വയ്ക്കാം. ആ കല്ല് നിങ്ങളുടെ ബെഡ് സൈഡ് ടേബിളിൽ ഒരു എനർജി റിമൈൻഡറായി സൂക്ഷിക്കുക. അത് കാണുമ്പോഴൊക്കെ നന്ദി പറയാം. കിടക്കാൻ പോകുന്നതിന് മുമ്പ് കല്ല് കയ്യിലെടുക്കുക. മനസ്സിൽ ചോദിക്കുക, ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് സംഭവിച്ച ഏറ്റവും നല്ല കാര്യം എന്താണ്? ആ സംഭവം ഓർത്ത് ഹൃദയത്തിൽ നിന്ന് പറയുക, താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഫോർ ദാറ്റ് ബ്യൂട്ടിഫുൾ മൊമെന്റ്. അതായത് ഈ കല്ല് സൂക്ഷിക്കുന്നത് എന്തിനെന്നോ, ഈ കല്ല് കാണുമ്പോഴൊക്കെ നന്ദി പറയുന്നതിന് വേണ്ടിയാണ്. കല്ലിന് നന്ദി പറയാനല്ല, നമ്മുടെ ആ ദിവസത്തെ സംഭവങ്ങൾക്ക് നന്ദി പറയാൻ. നന്ദി പറയാൻ മറന്നുപോകാതെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ
പെട്ടുപോകാതിരിക്കാൻ ഓർമ്മിക്കാനാണ് നമ്മൾ ഈ കല്ലിനെ കാണുന്ന സ്ഥലത്ത് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ എന്നോ മാജിക് സ്റ്റോൺ എന്നോ ഒക്കെ വിളിക്കുന്നത്. ഈ നന്ദി പറയുന്നത് ഒരു ഉദാഹരണം: ഇന്ന് എൻ്റെ മകൾ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു, അതിന് നന്ദി. ഇന്ന് എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ നേടാൻ കഴിഞ്ഞു, ഇന്ന് ഞാൻ ശാന്തമായിരുന്നു. ആ പോസിറ്റീവ് വൈബ്രേഷൻ മനസ്സിൽ നിറച്ച് ഉറങ്ങുക. ഇവിടെ വരുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തനം എന്ന് പറയുന്നത്, ഇന്നത്തെ ദിവസം മാജിക് റോക്ക് മൊമെന്റ് എന്തായിരുന്നു എന്ന് നമ്മൾ അന്വേഷിക്കും, നമ്മുടെ മനസ്സ് അന്വേഷിക്കും. ഇന്നത്തെ ഏറ്റവും നല്ല അനുഭവം ജേണലിൽ കുറിക്കുക, നന്ദി പറയുക, അതിൻ്റെ കാരണവും പറയുക. ഓരോ ദിവസത്തെയും നന്ദിയോടെ ഓർമ്മിക്കാനുള്ള സംഭവങ്ങളെ എഴുതുക, അതിൻ്റെ കാരണങ്ങളെയും ജേണലിൽ എഴുതുക. അപ്പോൾ ഇന്നത്തെ അഫർമേഷൻ പറയാം. അഫർമേഷൻ നമുക്കറിയാം, ദൃഢപ്രതിജ്ഞ വാചകങ്ങൾ, നടന്നു കഴിഞ്ഞതായി നമ്മൾ പറയുന്ന വാചകങ്ങൾ. ഇന്നെൻ്റെ ദിവസത്തിലുണ്ടായ എല്ലാ നല്ല അനുഭവങ്ങൾക്കും ഞാൻ ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നു. ഞാൻ നന്ദിയോടെ ഉറങ്ങുന്നു, അതിനാൽ നാളെ കൂടുതൽ അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിക്കുന്നു. ഈ അഫർമേഷൻ ഇന്നത്തേക്കായി നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് പറയുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്ന് ഡേ 3 വീണ്ടും കാണാം. താങ്ക് യു ഓൾ. താങ്ക് യു യൂണിവേഴ്സ്.